ഇത് ഗുൽബൈ ടെക്ര. ഈ പ്ലേസിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിരവധി ഗണപതി വിഗ്രഹങ്ങളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇതെന്തിനാണെന്നല്ലേ? നാളെയാണ് വിനായക ചതുർത്ഥി. ഈ നാടിൻ്റെ ആചാരപ്രകാരം എല്ലാ വീട്ടുകാരും അവരുടെ ഗണപതിയെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും. അവരുടെ സന്തോഷത്തിനും സമൃദ്ധിക്കും വേണ്ടിയാണത്. നീണ്ട 10 ദിവസത്തെ പൂജയ്ക്കൊടുവിൽ അവർ അതിനെ നിമജ്ജനം ചെയ്യും. ഇത് വാങ്ങാൻ ഇന്ന് നിരവധി ആളുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഗല്ലിക്കൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഇരുവശങ്ങളിൽ താമസിക്കുന്നവർ സ്വന്തം കൈകളാൽ നിർമ്മിക്കുന്നതാണ് ഈ ഗണപതി വിഗ്രഹങ്ങൾ. ഇത് പല വിധത്തിലുണ്ട്. വലുതായതുണ്ട്, ചെറുതുണ്ട്, മിനിയേച്ചറുണ്ട്, പല ടൈപ്പുകളുണ്ട്. ഇതിൽ നിന്നും നമ്മുടെ വീടിനേക്ക് അല്ലാതെ നമുക്കിഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാൻ നമ്മുടെ മനസ്സിന് തോന്നുന്ന വിഗ്രഹങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. വിഘ്നേശനായ വിനായകൻ അവരവരുടെ വീട്ടുകളിലെ വിഘ്നങ്ങൾ മാറ്റാനാണ്, ആ ഉദ്ദേശത്തോടു കൂടിയാണ് നാളെ എല്ലാവരുടെയും വീട്ടിലേക്ക് പോകുന്നത്. നീണ്ട 10 ദിവസത്തെ വ്രതങ്ങൾക്കൊടുവിൽ ചിലവർ ഇതിനെ നിമജ്ജനം ചെയ്യും. ചിലവർ കുറച്ചധികം ദിവസങ്ങൾ വിനായകനെ വീട്ടിൽ നിർത്തി പൂജിക്കും. ഇത് ഒരു നാടിൻ്റെ മാത്രം കലാവിരുതല്ല, ഒരു ദേശത്തിൻ്റെ, ഒരു യുഗത്തിൻ്റെ മുഴുവൻ കലാവിരുതുകളാണ്. എനിക്കിത് വിശ്വസിക്കാനാകുന്നില്ല. നിരവധി വിഗ്രഹങ്ങളാണ് ഇരു സൈഡുകളിലുമായി നിർമ്മിച്ചു വച്ചേക്കുന്നതും. എന്ത് രസമാണ് എല്ലാം കാണാൻ. കേരളത്തിൽ ഇങ്ങനെ ആചാരങ്ങളില്ല, പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇത് വലിയൊരാചാരമാണ്. വിനായകനെ അവർ അത്ര സന്തോഷത്തോടുകൂടിയാണ് കൊട്ടും പാട്ടും കുരവയും കൂടിയോടെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കും. നാളെ മുതൽ ഓരോരോ വീട്ടിൽ നിന്ന് ക്ഷണങ്ങളുണ്ട് വിനായകനെ പൂജിക്കാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗല്ലിയിൽ കൂടി പോകുന്നത്. ഈ രാത്രി എനിക്ക് ഒട്ടും മറക്കാനാവത്തില്ല. കാരണം ഇതുപോലൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നാളത്തെ ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവിടുത്തെ പൂജാവിധികളെന്ന് എനിക്കറിയില്ല. എല്ലാം നമുക്ക് കാണാം.